കുസൃതിയുടെയും ദിവ്യപ്രഭയുടെയും 2024 ഇറങ്ങിയ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ മൂവി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഒബാമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണെന്നൊക്കെ പറയുന്നത് സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ല. ഒബാമയ്ക്ക് ഇഷ്ടമായോ, മോദിക്ക് ഇഷ്ടമായോ, ട്രംപിന് ഇഷ്ടമായോ, പുട്ടിന് ഇഷ്ടമായോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു പടം എനിക്ക് മനസ്സിലാവാത്തത്? ഈ വുമൺ ആൻഡ് വുമൻസ് ഫീലിങ്സ് അങ്ങനെ എത്ര പടങ്ങളുടെ കണ്ട് കണ്ട് മടുത്ത്. മുംബൈ പോവാത്തവരെ മുംബൈത്തെ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം മുംബൈത്തെ മാർക്കറ്റ് ഒരു 10 മിനിറ്റ് വൃത്തിക്ക് കാണിക്കുന്നുണ്ട്. സാധനം മേടിക്കാൻ പോണവർക്കൊക്കെ എളുപ്പമായില്ലേ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഒരു 10 മിനിറ്റ് വൃത്തിക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഈ കനിക്കുസൃതി, ഈ സാരി തിരുമ്പണതും അതേപോലെ തന്നെ ദിവ്യപ്രഭ ഏതോരത്തിനെ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വെക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ എന്താണോ മനസ്സിലാക്കേണ്ടത്? കനിക്കുസൃതി സാരി തിരുമാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റിൽ കാർബൺ വന്നിട്ട് കോവാലന്റ് ബോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാരണം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകും, ഫ്ലഡ് ഉണ്ടാവുന്നു. അത് നമ്മൾ PhD എടുക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അഗെയിൻ ദിസ് സിനിമ ഈസ് എയർ റേറ്റഡ് ആണ്. സോ കനിക്കുസൃതി ആൻഡ് എയർ റേറ്റഡ് മൂവീസ് അൺടോൾഡ് ലവ് സ്റ്റോറി എന്നായിരുന്നു ശരിക്കും ഈ സിനിമയ്ക്ക് ഇടുന്ന പേര്. സോ ഒരു സിനിമയ്ക്ക് സെക്ച്വൽ സീൻസ് അല്ലെങ്കിൽ എന്തൊരു വെച്ചാൽ ന്യൂഡിറ്റി പറയുന്ന സാധനം സിനിമ ഡിമാൻഡ് ചെയ്യണ്ടെങ്കിൽ വേണം. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവ്യപ്രഭ ഡ്രസ്സ് മാറുന്ന ഒരു സീനുണ്ട്. അത് കനിക്കുസൃതി പോലും നോക്കി നിൽക്കുന്നില്ല, തിരിഞ്ഞാ നിൽക്കണം. പിന്നെ നാട്ടുകാരെ വിളിച്ച് കാണിക്കേണ്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ചിലപ്പോ ഇപ്പൊ കുറെ എണ്ണം വന്ന് പറയും നിനക്ക് ലൈംഗിക ദരിദ്രല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്, പുരോഗമന വാദ്യ അല്ല എന്നൊക്കെ. സോ ഇവർക്ക് കാണിക്കാൻ വെച്ചാൽ പറയണതിന് ഒരു തെറ്റില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പൂജിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ സിനിമ ഇറക്കി.